ഒരു പയ്യൻ വിളിച്ചിട്ട് എന്നോട് ഫോട്ടോൻ്റെ ഡീറ്റെയിൽ ചോദിച്ചു. അപ്പം ഞാൻ ഡീറ്റെയിലൊക്കെ പറഞ്ഞു കൊടുത്തു. അടുത്ത ചോദ്യം എന്നോട് ചോദിച്ചു, ഫോട്ടോ അയച്ചു തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കണ്ണൻ്റെ ഫോട്ടോ അല്ലേ, അയച്ചു തരാം. ഡ്രസ്സ് ഇടാത്ത ഫോട്ടോ എന്ന്. അപ്പം അരുൺ ഇവിടുന്ന് പറഞ്ഞു, കണ്ണന് ഡ്രസ്സ് ഇടാത്ത ഫോട്ടോ ഇല്ലല്ലോ മോനെ, ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഫോട്ടോയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ട് ഇവൻ ഫോൺ വെച്ച്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ജസ്ന സലീം ഇപ്പോൾ വളരെയധികം സങ്കടത്തിലാണ് കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരാള് വന്നിട്ട് കൃഷ്ണന്റെ പടം വരച്ച് തരണം, എനിക്ക് 4 പടം വരച്ച് തരണം, അതാ 10,000 രൂപയുടെ ഒരു പടത്തിന് 10,000 രൂപ വെച്ച് 40,000 രൂപയുടെ പടം വരച്ച് തരണം എന്ന് പറഞ്ഞിട്ട് ജസ്നയെ കൊണ്ട് പടം വരപ്പിക്കുകയും പടം വരച്ച് തീർന്നപ്പോൾ ആ പറഞ്ഞ ആള് നൈസായിട്ട് മുങ്ങുകയും ചെയ്ത്. അതാണ് ഇപ്പൊ ഈ സങ്കടത്തിനുള്ള കാരണം കേട്ടോ. എന്താണ് എന്ത് പറ്റി ഇവിടെ നോത്തിരിക്കുന്നേ? ഞാൻ ഉറങ്ങുന്നതായിരുന്നു, കാണാറ്റ് വന്നാ പിന്നെ എന്ത് പറ്റി കണ്ണനെടുത്ത് വന്നിരിക്കുന്നേ? എന്ത് പറ്റി? കണ്ണന്റെ അടുത്ത് വന്നിരിക്കുന്നതന്നെ ബ്രാക്കറ്റില് കണ്ണൻ എന്തായാലും ചേർക്കണം. നിങ്ങളെ സങ്കടം കേട്ടു. 10,000 രൂപന്റെ 20-28 സൈസിനാ വന്നത്. അപ്പൊ ഞാന് എനിക്കെന്നെ അറിയാലോ, 2 ദിവസം മുമ്പ് ഒരാള് വിളിച്ചിട്ട് അറിയാലോ. അപ്പൊ ഞാൻ അവരോട് അഡ്വാൻസ് ചോദിച്ച സമയത്ത് എന്നോട് തന്നെ പുറത്തുനിന്ന് ഒരുമിച്ച് പൈസ അയക്കുന്നത് ഞങ്ങൾക്ക് ലാഭമാണ്, പിന്നെ അഡ്വാൻസ് അയച്ച് പിന്നെ അത് അയക്കുന്ന സമയത്ത് 2 ചാർജ് ഞങ്ങൾക്ക് പോവും, അതുകൊണ്ട് ഒരുമിച്ച് പൈസ അയച്ചു തരാറുണ്ട്. അത് പറ്റൂല എന്ന് പറഞ്ഞപ്പോ എന്നോട് അതെന്താ ജസ്റ്റ് ഞാൻ നിന്നെ വിശ്വസിക്കുന്നില്ലേ ഞങ്ങൾ, അതുകൊണ്ട് നിനക്ക് എന്നെ വിശ്വസിച്ചൂടെ എന്ന് ചോദിച്ചു. നമ്മളങ്ങനെ 4 ഫോട്ടോക്ക് 4 ഫോട്ടോക്കാട്ടോ 40,000 രൂപ. നമ്മളത് ആ ഒരു വിശ്വാസം അങ്ങനെ ചോദിക്കുമ്പോ നമ്മൾ പറ്റൂല എന്ന് പറയാൻ പറ്റൂല. ഞാൻ 4 ഫോട്ടോ വരച്ചിട്ട് അവളെ കോണ്ടാക്ട് ചെയ്തപ്പോൾ മറ്റേ അയാളെ പോലെ കളിയാക്കി. ആരുടെ കളിയാക്കി? കുട്ടിനെ ആരെ കളിയാക്കി? വരയ്ക്കാൻ അറിയോന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാന്നാ? അത് പോട്ടെ, അത് വാങ്ങാൻ വേറെ ആള് വരില്ല, ഒരിക്കൽ ഭാഗ്യമില്ല വിചാരിച്ചാൽ 4 ഫോട്ടോ വാങ്ങാനാ? 4 ഫോട്ടോ വാങ്ങാനാണ് ആള് വരാത്തത്. ഞാൻ കാണായിട്ട് വന്നത് ഇതൊക്കെയാണ്. ഇവർക്കൊക്കെ ഇങ്ങനെ നിസ്സാരമായിട്ട് കണക്കാക്കേണ്ട എന്തൊരാവശ്യമാണുള്ളത്? ഇവർക്ക് വേണ്ട എന്തിനാണ് ഇങ്ങനെ ഫ്രിഡ്ജ് ഫോട്ടോ കേൾപ്പിച്ച് അത് പിന്നെ വേണ്ടെന്ന് പറഞ്ഞ്? നിനക്ക് തന്നെ അറിയാലോ, ഞാൻ സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ചെയ്തതാണ്. ഒരാളോട് ഒരു മുസ്ലിമാണ്, വേറൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ അഡ്വാൻസ് തന്നാൽ മാത്രമേ ഞാൻ സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളതാണ്. ഒക്കെ കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു എനിക്ക് എന്റെ ഫോട്ടോ വേണ്ട, ഞാനത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. തെറ്റ് ചെയ്ത അയാളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ അതെന്തായാലും ഉണ്ടാവും. അത് നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകതയാണ്. ആരാണ് തെറ്റ് ചെയ്ത് ഓരോ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്, ജിസ്മോളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ വേറെ ഉണ്ടാവും. ഒരു മുസ്ലിമാണ് ജസ്നയെ വിളിച്ചിട്ട് കണ്ണന്റെ 4 പടം വേണം എന്ന് പറഞ്ഞത്. ഒരു പടത്തിന് 10,000 രൂപ വെച്ചിട്ട് 40,000 രൂപയുടെ വർക്കാണ് ജസ്നയ്ക്ക് കിട്ടിയത്. ഈ 40,000 രൂപയുടെ വർക്ക് കിട്ടിയപ്പോൾ ഈ എന്താ പറയാ, ഒരു അഡ്വാൻസ് പോലും വാങ്ങിക്കാതെയാണോ ജസ്ന ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നത്? ജസ്നയെ വൃത്തികെട്ട ഗ്രൂപ്പിൽ ആഡ് ചെയ്തവന് കിടിലം പണി കൊടുത്തിരിക്കുകയാണ് ജസ്ന. ചില നരമ്പന്മാർക്കുള്ള ഒരു 8ന്റെ പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ളവന്മാർക്ക് അങ്ങനെ തന്നെ കൊടുക്കണം. ആ ഒരു മനുഷ്യന്റെ അനുവാദമില്ലാതെ മറ്റൊരു ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്യുന്ന, അതും വൃത്തികെട്ട ഗ്രൂപ്പിലൊക്കെ സ്ത്രീകളെ ആഡ് ചെയ്യുന്ന എല്ലാവർക്കും ഇതൊക്കെ ഒരു പാഠമായിരിക്കട്ടെ. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ്, സ്വാഭാവികമാണല്ലോ നമ്മൾ എഴുന്നേറ്റാൽ ഫോൺ നോക്കുക എന്നുള്ളത്. അതേപോലെ ഫോൺ നോക്കിയ സമയത്ത് എന്നൊരു ഗ്രൂപ്പ് കേട്ടിട്ടുണ്ട് ഒരാള്, കെ ഉണ്ടൻസ് കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതിൽ നല്ല നല്ല
വീഡിയോസുകളും നല്ല നല്ല ചാറ്റുകളുമാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ അഡ്മിൻ ചേട്ടന് ഫോട്ടോ വീഡിയോ 1 ടൈം യൂസായി മാത്രം. അതിൻ്റെ കൊടുത്ത് കണ്ടോ? അവൻ്റെ അച്ഛന് കാണാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിലത്തെ അഡ്മിൻ ചേട്ടൻ്റെ ഫോട്ടോ ആണോ ഇതെന്ന് എനിക്കറിയില്ല. അതല്ലല്ലേ? അപ്പോൾ ഈ അഡ്മിനെന്ന് ഞാൻ വിളിച്ചു നോക്കട്ടെ. 70 34 65 33 05 ഒന്ന് നോക്കട്ടെ. ഇതൊന്ന് തുറക്ക്. ഇതല്ലേ അല്ല കോൾ ഏതാ? ഐഫോൺ എല്ലാം എടുക്കാൻ വിഷയം നോക്കണം. 70 34 65 33 05. എന്താ ഹിന്ദിക്കാരനാ? ഹലോ 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 ഹലോ, നമസ്കാരം ചേട്ടാ. നമസ്കാരം. അമ്മ എവിടെ പോയി? അമ്മേ, ആ ആരാ വിളിക്കുന്നത്? ചേട്ടൻ എന്നെ മനസ്സിലായില്ല. അമ്മ എവിടെ പോയി? അമ്മ വീട്ടിൽ ഉണ്ടല്ലോ. ഭാര്യയോ? ബാക്കി ഇവിടെ ഉണ്ട്. ഒന്ന് ചേച്ചിന്റെ അടുത്തും കൊടുക്കുവോ? ഞാൻ അമ്മനെ കൊറേ ചേച്ചിന്റെ ഫ്രണ്ടായിട്ടാ. ചേച്ചിന്റെ ഫ്രണ്ടാ, ഒന്ന് കൊടുക്കുവോ? കൊറേ ഞാന് അമ്മനെയും ചേച്ചിനെയും വിളിച്ചു നോക്കുന്നു, കിട്ടാനിട്ട് അങ്ങളെ വിളിച്ചത്. നിങ്ങക്ക് എന്നെ മനസ്സിലായില്ല? ഇല്ല. ഒന്ന് കൊടുക്കേ. നിങ്ങളുടെ പേരെന്നാ? ബിന്ദു. ബിന്ദു? ആ ഞാൻ കൊടുക്കാം. കേട്ടു. ഹലോ. ആ ചേച്ചി, എന്റെ പേര് ജസ്ന സലീം എന്നാണ്. ഞാനൊരു ആർട്ടിസ്റ്റ് ആണ്. നിങ്ങളുടെ ചേട്ടൻ ഉണ്ടല്ലോ, എന്നെ മഹാപെശക് ഒരു ഗ്രൂപ്പില് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഞാൻ അതിന്ന് പിന്നെ എക്സിറ്റ് അടിച്ചു പോവുകയാണ്. അപ്പൊ ചേച്ചിയുടെ നമ്പർ ഒന്ന് കിട്ടിയാല് അതിലേക്കൊന്ന് ഞാൻ ആഡ് ചെയ്യായിരുന്നു. ഈ കണ്ട പെണ്ണുങ്ങളെ തുണി അയച്ചിട്ടുള്ള ഫോട്ടോയും കണ്ട വൃത്തികെട്ട മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പൊ എനിക്ക് കാണാം. എന്താ ഉണ്ടൻസ് കണക്ട് ഉണ്ടൻസ് കണക്ട് എന്ന് പറഞ്ഞു. അപ്പോ ചേട്ടന് ഈ തുണി ഉടുക്കാത്ത ചേച്ചിമാരുടെ ഫോട്ടോയും വീഡിയോസും ഒക്കെ എന്റെ ഫോണിലേക്ക് ഇട്ട് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് അത് കാണാൻ താല്പര്യമില്ലാത്തോണ്ടാണ് ഞാൻ ടെലിഗ്രാമിലല്ല, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇയാളുടെ ഫോണിലേക്ക് അയച്ചു. ആ എന്നെയും കൂടി ആഡ് ചെയ്തിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇവരെ ഫോണിലേക്ക് ആഡ് ചെയ്തതല്ല. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ വാട്സപ്പ് ഗ്രൂപ്പില് ജസ്ന സലീമിനെ ആഡ് ചെയ്ത്. അഡ്മിന് നിങ്ങളുടെ ഭർത്താവാണ്. അപ്പോ ഞാന് ചേച്ചിക്ക് ചേച്ചിനല്ല ചേട്ടൻ നമ്പറിലേക്ക് എന്താണെന്നുള്ളത് ഇപ്പൊ മെസ്സേജ് അയച്ചു ഈ ഫോണിൽ കേട്ടോ. ചേട്ടന്റെ ഫോണിലേക്ക്, അതായത് ഈ നമ്പറിലേക്ക് ഞാൻ അയച്ചത് എന്തൊക്കെയാണ് ഇതിലുള്ളത് അവരെ ചേച്ചി ഫോണൊന്നും കയ്യിൽ വെക്ക്. എന്തായാലും വീഡിയോ എടുത്തോണ്ടിരിക്കുക. ഇങ്ങനെ തുണി കൊടുക്കാത്ത കുറേ വീഡിയോസും കുറേ ഫോട്ടോസും ഒക്കെ ഉണ്ട്. എനിക്കത് കാണാൻ താല്പര്യമില്ല ചേച്ചി. അപ്പൊ ചേച്ചിന്റെ നമ്പർ ചേട്ടന് കൊടുത്തു. നിങ്ങളുടെ ഭർത്താവാണ് ഇതിന്റെ അഡ്മിന്. നിങ്ങളുടെ ഭർത്താവാണ് എല്ലാരെയും ആഡ് ചെയ്യുന്നത്. ഇതില് എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നറിയോ? എത്ര ഒന്ന് നോക്ക്. ഗ്രൂപ്പ് വരുന്നത് ഉണ്ടൻസ് കണക്ട്. 126 ആൾക്കാരുണ്ട്. നിങ്ങളുടെ ഭർത്താവ് തുടങ്ങിയ ഗ്രൂപ്പാണിത്. അപ്പൊ ഞാൻ അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അയാളോട് സംസാരിക്കാതെ നിങ്ങളോട് സംസാരിക്കാൻ കാരണം നിങ്ങളൊരു സ്ത്രീയാണല്ലോ. അപ്പൊ ഒരു സ്ത്രീനെ പിടിച്ചിട്ട് ഇങ്ങനത്തെ ഇത്രയും ആണുങ്ങളുള്ള ഗ്രൂപ്പിൽ ഒരു സ്ത്രീനെ പിടിച്ച് കൂട്ടുമ്പോൾ എന്റെ നിലവാരം നാട്ടുകാരെങ്ങനെയാ അളക്കുക? അതിനെക്കാട്ടി നല്ലത് ചേച്ചിന്റെ നമ്പറോ അല്ലെ അവന്റെ അമ്മയുടെ നമ്പറോ കൊടുത്തിട്ട് അതിലേക്കൊന്ന് ആഡായി. എന്നിട്ട് നിങ്ങൾ കൂടി ഒന്ന് കാണി. നിങ്ങൾ അപ്പുറം ഇപ്പുറം കുത്തിരുന്ന ഫോൺ എടുത്തിട്ട് നിങ്ങൾക്കൊന്ന് കണ്ടാ പോരെ? പ്രശ്നം തീർന്നില്ലേ? അപ്പം ഞാൻ അയാളോട് പറയാതെ നിങ്ങളോട് പറയാൻ കാരണം എന്താണ്? ഞാൻ രാവിലെ എഴുന്നേറ്റ് കണ്ടത് ഈ ഒരു ഗ്രൂപ്പാണ്. എൻ്റെ മക്കൾ ഉപയോഗിക്കുന്ന ഫോണാണ്.
എൻ്റെ മക്കൾക്ക് ചെറിയ പിള്ളേരാണ്. ഇറ്റാലികളൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ചേട്ടനും വിവരവും വിവേകവും ഇല്ലേ? അല്ലെ അറ്റ്ലീസ്റ്റ് ഞാൻ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളല്ലേ, എൻ്റെ നമ്പർ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയുള്ളതല്ലേ. അയാൾ മാത്രമേ ഇതിൽ കൂട്ടാൻ പറ്റുള്ളൂ, ഒരൊറ്റ അഡ്മിൻ മാത്രമേ ഉള്ളൂ. വേറെ ഒരാൾക്ക് പുറത്തുനിന്ന് അതിലേക്കൊരു നമ്പർ കൂട്ടാൻ പറ്റൂല. നിങ്ങൾ ഗൾഫിലെങ്ങാനായിരുന്നു ആദ്യം? ഗൾഫിലായിരുന്നു ഏട്ടൻ? ചോദിച്ചതാ, ഇതിനകത്ത് ഫുള്ള് പെണ്ണുങ്ങളെ നമ്പറാണല്ലേ. സോറി ഇപ്പം